സ്കൂളുകളിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ടീച്ചേഴ്സിന്റെ അവസ്ഥ. ഇന്ന് 2 കാറ്റഗറിയിലുള്ള ആൾക്കാര് ഒട്ടും പണിയെടുക്കുന്നില്ലെന്ന് വേണം പറയാൻ. 1 ടീച്ചേഴ്സും 2 സാറ് ദേഷ്യപ്പെടുന്നത് പോലീസും. കാരണം എന്താണെന്ന് അറിയാമോ? ടീച്ചേഴ്സിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഒരു കുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ടീച്ചർ രാവിലെ തന്നെ വന്നിട്ട് പറയും, മോനെ ഞാൻ ഇന്ന് രാവിലെ നിന്നോട് 2 ചോദ്യം ചോദിച്ചായിരുന്നു, 2നും നീ ഉത്തരം പറഞ്ഞില്ല, ഞാനന്ന് ചെറുതായി ദേഷ്യപ്പെട്ടായിരുന്നു, നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ടീച്ചർ അവനെ സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ച് ഒരു കുഴിമന്തിയും വാങ്ങിച്ചു കൊടുത്ത് ഓഫർ ചെയ്തിട്ടേ ടീച്ചർ അവിടെ നിന്ന് പോകത്തുള്ളൂ. കാരണം എന്നാണെന്നറിയാവോ? പിറ്റേ ദിവസം ടീച്ചറുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം അറിയത്തില്ല. പോലീസുകാരുടെ അവസ്ഥയാണെങ്കിൽ ഏതെങ്കിലും ഒരു പെറ്റി കേസിൽ ഒരാളിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ പോലീസിന് കോൾ വരും, നെക്സ്റ്റ് സെക്കൻഡ്സ് കോൾ വരും. നമ്മുടെ സൊസൈറ്റിയിലെ ഡിസിപ്ലിൻ ടോട്ടലി ലാപ്സ് ആയി പോകും. ഞാൻ ഫോറിൻ അഫയേഴ്സിൽ ഡെസിഗ്നേറ്റഡ് ഡെപ്യൂട്ടി അംബാസിഡറായിട്ട് കുറച്ച് നേരം വർക്ക് ചെയ്തിരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ യങ്ങസ്റ്റ് കൺട്രി. അനദർ 35 years we are going to be the youngest country in the world. ഈ 35 വർഷത്തെ ശക്തി, രാജ്യത്തിലുള്ള ശക്തി എന്ന് പറഞ്ഞാൽ യുവാക്കളാണ്. പല രാജ്യങ്ങൾക്കും അതങ്ങോട്ട് ശരിക്കും സൂചിക്കുന്നില്ല. അവർ പല ആകൃതിയിലുള്ള ഡ്രഗ്സും കഞ്ചാവും HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പല സംഗതികളും പല റിസോഴ്സ് വഴി ഇങ്ങോട്ട് അയക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിനെ നഷ്ടപ്പെടുത്താൻ. പക്ഷെ ഒരിക്കലും നമ്മൾ അതിനകത്തോട്ട് അട്രാക്റ്റ് ആവാനേ പാടില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നും ഈ മനുഷ്യൻ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോന്ന്. ഡി എഡിഷൻ ഹോസ്പിറ്റൽ അല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് എന്റെ അപ്പനാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പലപ്പോഴും എന്റെ അപ്പനെ കുറിച്ച് ഓർത്തിട്ടുണ്ട്. ഈ ബീവറേജും ആൽക്കഹോളും മദ്യമൊക്കെ തുടങ്ങിയത് തന്നെ എന്റെ അപ്പന് വേണ്ടിയാണോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാള്. പണ്ട് അപ്പൻ മദ്യപാനം നിർത്തി എന്ന് പറഞ്ഞപ്പോ പൗരസമിതിക്കാർ ഒരു അവാർഡ് കൊടുത്തു, അപ്പന് ഒരു ട്രോഫിയൊക്കെ കൊടുത്തു. അപ്പോഴാണ് അപ്പന്റെ കൂട്ടുകാരൻ പട്ടാളത്തിൽ നിന്ന് വന്നത്. ഒരു ജവാനൊക്കെ എടുത്ത് ഇങ്ങനെ അപ്പനെ കാണിച്ചു. അപ്പൻ ആ കപ്പിൽ തന്നെ ഒഴിച്ച് കുടിച്ചു വന്ന ആളാണ്. അപ്പോ ഈ ദുരിതം ശരിക്കും ഞാൻ കണ്ട് മനസ്സിലാക്കി വന്ന ആളാണ്. അതുകൊണ്ട് എന്നെ അല്ലെങ്കിൽ എന്റെ ഫാമിലിനെ ശരിക്കും എന്റെ അപ്പനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വലിയ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഞാനൊരു 6-7 വയസ്സൊക്കെ ഉള്ളപ്പോ കൂലിപ്പണിക്ക് പോയി തുടങ്ങി കേട്ടോ. ഞാൻ PhD പഠിക്കുന്നത് വരെ അത്യാവശ്യം നല്ലൊരു കൂലിപ്പണിക്കാരനായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ PG ചെയ്യണ സമയത്ത് എൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പാർട്ട് ടൈം പഠിക്കാനാ പറ്റുക. രാവിലെ 7 മുതൽ 2 മണി വരെയാണ് ആ കോളേജ് അവേഴ്സ് അവിടെ നടക്കുക. അപ്പൊ അതിനുശേഷം അവിടുത്തെ ഹോസ്റ്റലിൽ അവിടെ ജോലി ചെയ്യണം. അവിടെ എനിക്ക് തോന്നുന്നു 200-ലധികം പെൺകുട്ടികളുള്ള ഒരു ഹോസ്റ്റലാണ്. അപ്പൊ എന്റെ ജോലി എന്താണ്? എനിക്ക് ഒരു സിസ്റ്റർ ഉണ്ട്, എന്റെ മദർ ഉണ്ട്, ഇവരെ നന്നായിട്ട് നോക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ 200 പെൺകുട്ടികളുടെ വസ്ത്രങ്ങളും ഞാനാണ് അന്തസ്സായിട്ട് കഴുകി റെഡിയാക്കി അവർക്ക് കൊടുക്കുക. ഈ അതിനകത്തുള്ള ഹോസ്റ്റലിലുള്ള ആളാണെങ്കിൽ ഫുഡ് തരുന്നില്ല. പുള്ളി എന്തോ ചെയ്യുന്ന അറിയാം, പുള്ളിക്ക് 4 ജർമ്മൻ ഷിപ്പൻ വാല് മുറിച്ച 2-3 പട്ടികളുണ്ട്. ഈ പട്ടിക്കാണെങ്കിൽ ചിക്കനും ഇത് ചപ്പാത്തിയൊക്കെ അങ്ങിട്ട് കൊടുക്കും. പക്ഷെ നമുക്കാണെങ്കിൽ ഇതൊന്നും പുള്ളി തരികയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് അന്തം വിട്ടിട്ടുണ്ട് ഈ പട്ടീനെ നോക്കി. എന്തൊരു പട്ടിയെ, എന്തൊരു കഴിപ്പായി കഴിക്കണത്. അവസാനം ഞാൻ ഒരു ദിവസം പട്ടീനെ ഒന്ന് കോംപ്രമൈസ് നോക്കിയിട്ട് പതുക്കെ ഒരു ചിക്കൻ പീസ് എടുത്ത് നോക്കി. പട്ടി എന്റെ കയ്യിൽ കടിച്ചതിന്റെ പാട് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇത് ഇവിടെ കളർ ഇച്ചിരി കുറവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ പട്ടിക്ക് മനസ്സിലായി ഇത് എന്നെക്കാളും ഏതോ തരം താഴ്ന്ന ഒരു പട്ടിയാണെന്നുള്ള കാര്യം. പിന്നെ ഞാനും പട്ടിയും കൂടെ ഒരു കോംപ്രമൈസിൽ കഴിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്നത് കൊണ്ടാണ്